അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു ആക്സിഡന്റലി കിസ് ചെയ്തതാണ്, അവൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല എന്ന്. അവൻ ചോദിച്ചു അതിനകത്ത് നിനക്ക് ഇനിയും കിസ് വേണമെന്നാണോ? അവൾ അപ്പോൾ തന്നെ വേണ്ട എന്ന് ഉത്തരം നൽകി. അവൻ പറഞ്ഞു നിന്നെ നിന്റെ കസിൻ എനിക്ക് വെച്ചതാണ്, അവൾ ആ പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അല്ലെങ്കിലും മ്യൂച്വലായി എന്നെ ആരും മാനേജ് ചെയ്യാനാണെന്ന്. അവൾ അവനോട് പറഞ്ഞു മ്യൂട്ടായി എന്നെയും ആരും മാനേജ് ചെയ്യൂല എന്ന്. അവൻ അവനോട് ചോദിച്ചു പിന്നെ നീ എന്തിനാ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഇത്രയും താല്പര്യം കാണിക്കുന്നത്? അവൾ പറഞ്ഞു നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നില്ല, അത് കാരണം മാരേജ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്. അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നായകൻ അസിസ്റ്റന്റിനോട് ഫുഡ് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൻ മുറിയിലേക്ക് പോയി. നായകൻ മുറിയിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നതെന്ന് അസിസ്റ്റന്റ് അവളോട് പറഞ്ഞു. നായിക ആഹാരം കഴിക്കുന്ന നേരത്ത് ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നു. അവൾ നായികയെ വല്ലാത്തൊരു നോട്ടം നോക്കിയിട്ട് അസിസ്റ്റന്റിനോട് നായകനെ വിളിക്കാൻ പറഞ്ഞു. അവൻ റെഫ്യൂസ് ചെയ്തപ്പോൾ ആ പെണ്ണ് അവനെ തല്ലി. ആ പെണ്ണ് നായകനെ ശബ്ദത്തിൽ വിളിച്ചു. അപ്പോൾ നായകൻ അവിടെ വന്നു. അവൻ വന്നപ്പോൾ അവൾ അവനോട് ചോദിച്ചു നീ ഒരാളെ കൊന്നിട്ട് സുഖമായി കല്യാണം കഴിച്ച് ജീവിക്കുകയാണോ? നീ കാരണം എനിക്ക് എന്റെ ഭർത്താവിനെയാണ് നഷ്ടമായത്, നിനക്ക് ഞാൻ ഒരിക്കലും സമാധാനം തരില്ല എന്ന് പറഞ്ഞ് നായകനെ തള്ളിയിട്ട് അവൾ പോയി.